കൊല്ലത്ത് ലഹരിയുമായി യുവതിയും കാമുകനും അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്നും MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ കടത്തിയ സംഘത്തിലെ പ്രധാനികളാണ് പോലീസിന്റെ പിടിയിലായത്. വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചിരുന്ന കമിതാക്കളെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം മുണ്ടക്കൽ സ്വദേശി അദ്വൈതയും കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് സിജാഹുമാണ് പിടിയിലായത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, എങ്ങനെയാണ് പോലീസ് ഇവരെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്? പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ നിന്നും ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണെന്നാണല്ലോ കണ്ടെത്തൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരളത്തിലേക്ക് MDMA അടക്കമുള്ള രാസലഹരികൾ വൻതോതിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവർ രണ്ടുപേരും. കമിതാക്കളാണ്. കൊല്ലം സ്വദേശി അദ്വൈത, അതുപോലെ തന്നെ മുഹമ്മദ് സിജാഹ് കണ്ണൂർ സ്വദേശിയാണ്. ഇരുവരെയും ശാസ്താംകോട്ട പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. നമുക്കറിയാം, ഫെബ്രുവരിയിൽ ICS ജംഗ്ഷൻ, കൊല്ലത്തുള്ള ICS ജംഗ്ഷനിൽ വെച്ച് വൻതോതിൽ MDMA പിടികൂടിയിരുന്നു. ആ പിടിയിലായവരിൽ നിന്ന് കിട്ടിയ ചില രഹസ്യ വിവരങ്ങൾ 23 ഗ്രാം MDMA പിടികൂടി. അപ്പോൾ ഇതിന്റെ ഈ ഉള്ളറകൾ തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു അന്വേഷണ സംഘം. അങ്ങനെ എത്തിയതാണ് ഈ കമിതാക്കളിലേക്ക് ഇപ്പോൾ അവസാനമായി ഈ പോലീസ് പിടികൂടുകയും ചെയ്തു. ഷംനാദിനെ, അന്ന് പിടികൂടിയ ഷംനാദിന് MDMA എത്തിച്ചു കൊടുത്ത അവരിൽ പറ്റിയുള്ള അന്വേഷണമായിരുന്നു. അങ്ങനെ 3 പ്രതികളെ പിടികൂടിയിരുന്നു. അതിൽ 2 പേരെ ബാംഗ്ലൂരിൽ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്നും 3 പേരെ പോലീസ് പിടികൂടി എത്തിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം, ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, അങ്ങനെയാണ് ഈ കമിതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നതും. കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട പോലീസ് അവിടെ ഇവരെ കൈയോടെ പിടികൂടുകയും ചെയ്തത്. ഇതിൽ നിന്നും കിട്ടിയ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കമിതാക്കളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണെന്ന്. അങ്ങനെ കുറേ നാളുകളായി ഇവരെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ആദ്യം ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അവർ അവിടെ നിന്നും കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് ശാസ്താംകോട്ടയിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.